ആരോഗ്യപരിപാലനത്തിനും സൗന്ദര്യവർദ്ധനവിനും മൂത്രചികിത്സ എന്ന പേരിലുള്ള ധ്വാനി ഓൺലൈനിൻ്റെ വീഡിയോ കേട്ട പലരും അതിലുള്ള പല പരാമർശങ്ങളും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും അതിനാൽ അതിന് മറുപടി പറയണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. മൂത്രചികിത്സ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് നടക്കേണ്ടുന്ന ശാസ്ത്രീയ പ്രക്രിയയിലൂടെ, അതായത് ക്ലിനിക്കൽ ട്രയലുകളിലൂടെ കടന്നു പോകണം. ക്ലിനിക്കൽ ട്രയലുകൾ നടത്തിയാൽ ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ പണച്ചെലവില്ലാത്ത ഈ ചികിത്സക്ക് അംഗീകാരം ലഭിക്കും. ശാസ്ത്രീയം അല്ലെന്ന് തെളിയിക്കപ്പെട്ടാലോ കുറേ പണം വെറുതെ ചെലവാകുകയും ചെയ്യും. രണ്ടായാലും നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകില്ല. മൂത്രചികിത്സ ശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞാലും ഇല്ലെങ്കിലും മൂത്രത്തിൻ്റെ ഔഷധ ഗുണം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ശിവാംബുകൽപ്പവിധി എന്ന സംസ്കൃത ഗ്രന്ഥമായ ഡാമരതന്ത്രത്തിലെ ഭാഗം കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യരെ രസിപ്പിച്ചുകൊണ്ട് അറിവ് പകരാനാണ്. പുരാണങ്ങളിൽ പറയുന്ന ദൈവിക കഥകൾ എല്ലാം യഥാർത്ഥമാണെന്ന് ആരും കരുതരുത്. ജനങ്ങളിൽ അറിവും വിനയവും നിറക്കാനുള്ള കഥകൾ മാത്രമാണ് അവ എന്ന് മഹാഭാഗവതത്തിൽ വ്യാസൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശ പരേയുഷാം വിജ്ഞാന വൈരാഗ്യവിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഇതെല്ലാം വെറും കഥകൾ, കെട്ടുകഥകൾ മാത്രമാണ്, പരമാർത്ഥങ്ങളല്ല എന്ന് സാരം. അതുപോലെ ചെമ്പ്, സ്വർണം, തടി, മണ്ണ് തുടങ്ങിയ പാത്രങ്ങളിൽ മൂത്രം ശേഖരിക്കാൻ പറയുന്ന ആ പൗരാണിക കാലത്ത് സ്ഫടികപാത്രം കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം. മൂത്രപാനം സ്ഥിരമാക്കിയാൽ ആകാശത്ത് പറക്കാനാകും, മരണമുണ്ടാവില്ല, 1000 ആനകളുടെ ശക്തി ലഭിക്കും എന്നൊക്കെ പറയുന്നത് അതിശയോക്തികൾ മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യ മൂത്രത്തിന് ഔഷധ ഗുണവും പോഷക ഗുണവും നല്ല രീതിയിലുണ്ട് എന്ന് മാത്രമാണ്. മരുഭൂമിയിലും ഭൂകമ്പത്തിലും ഒറ്റപ്പെട്ടു പോയവർ മൂത്രപാനം ചെയ്ത് അതിജീവിച്ചിട്ടുണ്ടെന്ന അനുഭവം അംഗീകരിക്കുമ്പോൾ പോലും മൂത്രപാനം അപകടകരമാണ് എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഇത് അറിവില്ലായ്മയോ അനുഭവമില്ലായ്മയോ മാത്രമാണ് തെളിയിക്കുന്നത്. മൂത്രപാനം ആർക്കും അപകടം ചെയ്യാത്തത് അതിലുള്ള ഹോർമോണുകളും എൻസൈമുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ്. ഇതൊക്കെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഉള്ള പോഷകങ്ങളാണ്, ഔഷധങ്ങളാണ്. അതുകൊണ്ടാണ് ശരീരം ഗർഭസ്ഥ ശിശുവിനെ കൊണ്ട് 7 മാസക്കാലം സ്വന്തം മൂത്രം കുടിപ്പിക്കുന്നത്. യൂറിയയും ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒക്കെ ഉള്ള മൂത്രം തന്നെയാണ് കുഞ്ഞു കുടിക്കുന്നത്. അതിൽ സോഡിയവും ഉണ്ട്. ശരീരം ഗർഭസ്ഥ ശിശുവിനെ കൊണ്ട് ഇതെല്ലാം കുടിപ്പിക്കുമ്പോൾ അതെങ്ങനെ ദോഷകരമാകും? കുടലിലെ മിത്ര ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുകയാണ് മൂത്രം ചെയ്യുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കുടൽ രോഗങ്ങൾ മൂത്രചികിത്സയിലൂടെ സുഖപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇതിൽ കുടരോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ വീഡിയോ അനാവശ്യമായ ഒരു ഭയം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. മൂത്രചികിത്സ വേണോ വേണ്ടയോ എന്ന് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാവുന്നതാണ്. പ്രധാന പ്രശ്നം മൂത്രത്തെക്കുറിച്ചുള്ള പഴഞ്ചൻ വിവരങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതാണ്. മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്ര ഗവേഷണ വിവരങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി ശരിയായ അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇത്തരം തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിൽ നിന്നും ഈ ഡോക്ടർമാരും അധ്യാപകരും ഇത്തരത്തിലുള്ള യൂട്യൂബർമാരും ഒക്കെ പിന്മാറും. അപ്പോൾ മാത്രമേ പിന്മാറുകയുള്ളൂ. നന്ദി.